പ്രളയ ദുരിതത്തിൽപ്പെട്ട വ്യാപാരികൾക്ക് കടകൾ വൃത്തിയാക്കുന്നതിനായി അനുവദിച്ച 10,000 രൂപ പര്യാപ്തമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ പറഞ്ഞു. കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രളയ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ കൈമാറുന്ന ചടങ്ങ് ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത ഒരു പ്രളയ ദുരന്തത്തെ അഭിമുഖീകരിച്ചവരാണ് ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാർ പരിസര പ്രദേശത്തുമുള്ള ജനങ്ങൾ. ഒരുപക്ഷെ ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ഇത്ര ഭയാനകമായ രൂപത്തിൽ നാം ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന സന്ദർഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പഴമക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ പലരും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. പൂഞ്ഞാർ തെക്കേക്കര ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലും അതിനെ തുടർന്ന് ശ്രീ ജോണിയുടെ വീട് പൂർണ്ണമായി ഒലിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി റെജീനയും മകൻ ജോസഫിനും ആ മണ്ണിനടിയിൽപ്പെട്ട് വേർപെട്ട സന്ദർഭം അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമാണ്. ആ രണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ ആദ്യമായി ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. റാന്നിയിലെത്തിയ മുഖ്യമന്ത്രി പ്രളയം നാശം വിതച്ച ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശങ്ങളിലും എത്താതിരുന്ന എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. DYFI പ്രളയ ദുരിതകാലത്ത് മുഖ്യമന്ത്രി നടത്തിയ ഹെലികോപ്റ്റർ യാത്ര ശരിയായ നടപടിയായിരുന്നുവെന്ന് ചടങ്ങിൽ പങ്കെടുത്ത DYFI കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം JC തോമസ് പറഞ്ഞു. DYFI ഈരാറ്റുപേട്ട ഈസ്റ്റ് മേഖലാ സെക്രട്ടറി അജ്മൽ P മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PA ഷമീർ, മുൻ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രമ മോഹൻ, ജോയി ജോർജ്, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം B സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി ശരത്, ജില്ലാ പ്രസിഡന്റ് അർച്ചന സദാശിവൻ, ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് അക്ഷയ് ഹരി, ബ്ലോക്ക് പ്രസിഡന്റ് ജെറി വർഗീസ്, CPIM പാർലമെന്ററി പാർട്ടി ലീഡർ E സവാദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് AMA ഖാദർ എന്നിവരും സംസാരിച്ചു. DYFI ഈരാറ്റുപേട്ട മേഖലാ സെക്രട്ടറി റാഫി കൊല്ലംപറമ്പിൽ പ്രളയബാധിതർക്കുള്ള ആവശ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഈരാറ്റുപേട്ടയിലെ സന്നദ്ധ സേവന സംഘടനയായ ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ ഫോഴ്സ് കേരള, ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് എന്നിവരുടെ പ്രവർത്തകരെയും ആദരിച്ചു. i4A ന്യൂസ്, പാല.